ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കൊള്ളിപ്പൊടി വെച്ചിട്ടൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് കൊള്ളിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊക്കെ തേങ്ങ വേണം. തേങ്ങ നമ്മൾ സാധാരണ പുട്ടിന് എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ എടുത്താൽ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. അതിൽ മുക്കാൽ ഭാഗം ഞാൻ ഇത് നനക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളിപ്പൊടിയിൽ തേങ്ങ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായി ആദ്യം ഒന്ന് നനച്ചെടുക്കണം. പിന്നെ നമ്മൾ അത് പോരാത്തത് തികയാത്തത് നമുക്ക് വെള്ളം ഇങ്ങനെ തളിച്ച് നനച്ചെടുക്കാം. അതായത് എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ നനച്ചെടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം തെളിച്ച് നനച്ചാൽ മതി. അധികമായി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിങ്ങനെ ഒന്നിച്ച് കൂടും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പം അതങ്ങനെ ഇനിയിപ്പം നമുക്ക് തെളിച്ച് വെച്ചിട്ട് അത് ഒന്ന് കുഴച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊന്ന് സോഫ്റ്റ് ആയിക്കോളും. അപ്പം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. കറി ഇപ്പം ഞാൻ ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായി. അപ്പോൾ അത് നോർമലായിട്ട് സാധാരണ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് സവാളയൊക്കെ അരിയാൻ പോയിക്കാറുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അത് നടുന്ന് സെറ്റായിക്കോളൂ. അപ്പം നമുക്ക് പുട്ട് ചൂടാനായിട്ട് തുടങ്ങാം കേട്ടോ. ചില്ലിടാൻ ആരും മറക്കരുത്. എന്തെങ്കിലും നോർമലായിട്ടുള്ളൊരു പുട്ട് കണിയാണ്. ചിരട്ട പുട്ട് ഉണ്ടാക്കുന്ന കണിയാണെങ്കിൽ അത് ഒന്നും കൂടെ കാണാനൊരു രസമായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അതായത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മിക്സ് പൊടി ഇടുക. അതിന് ശേഷം പിന്നെയും കുറച്ച് തേങ്ങ, അങ്ങനെ 3 ലെയറായിട്ട് ഇട്ടാൽ അത് നമുക്ക് വേഗം കഴിയാനൊക്കെ ആണെങ്കിൽ 2 ലെയറായിട്ട് ഇട്ടാൽ വേഗം പണി കഴിയും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സുലൈമാനിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.